ഗൈസ് കണ്ട നല്ല പക്ക ഫില്ലിംഗ് ആയിട്ടാണ് ഇതിലുള്ളത്. ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് നോക്കുമ്പോൾ തന്നെ കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഇത് നിങ്ങൾക്കുള്ളതാ, ഇതാ ഇത് നിങ്ങൾക്കുള്ളതാ. കടല്ലേ ശരിക്ക ഞാൻ കുറച്ച് ദിവസമായി വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. ഇതാണ് സംഭവമല്ലേ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാനുള്ള പ്രൊഡക്റ്റില്ലേ, ജാർ കേക്ക്. ഇതേതാണ് സ്പാനിഷ് ഡിലൈറ്റ്. നമ്മൾ കോഴിക്കോട് കിട്ടിയിരുന്ന ജാർ കേക്ക് ഇപ്പോൾ നമ്മൾ തൃത്താല അവൈലബിൾ ആണ്. ജാർ കേക്ക് എന്ന് പറഞ്ഞപ്പോൾ സംഭവം കേട്ടോ, വെറൈറ്റി റെഡ് വെൽവെറ്റ്, ഇത് സ്ട്രോബെറിയിലെ സ്ട്രോബെറി, പിന്നെ സ്പാനിഷ് ഡിലൈറ്റ്, പിന്നെ പിസ്ത. പൊളിക്കും കാരണം വെറൈറ്റി സംഭവങ്ങളായിട്ടാണ്. ജാർ കേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾ പിസ്ത ഒന്ന് കഴിച്ചു നോക്കാൻ പോകണം. ജാർ കേക്കിൻ്റെ പിസ്ത എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഭയങ്കര ഫില്ലിംഗ് ആട്ടോ ഇത്, കണ്ട കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. വായൽ വെള്ളം ഒലിപ്പിക്കുന്ന തരത്തിലാണ്. കണ്ട 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 ശരിക്കും അടിപൊളി. ഇത്രയും നല്ല ഫില്ലിംഗ് ആയിട്ടൊക്കെ കൊടുക്കുന്നത് എവിടെ ഉണ്ട്? അടിപൊളി. ഇത് കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും. വളരെ വെറൈറ്റിയുടെ ടേസ്റ്റാണ് കേട്ടോ. ഐസ്ക്രീമിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. പിസ്ത എന്ന് പറയുമ്പോൾ അത്രയും സൂപ്പറാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അടിപൊളി, ഞാൻ റെക്കമെൻഡ് ചെയ്യണം. സൂപ്പർ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ റഹ്മാൻ ബ്ലോഗർ. ഞാനിപ്പോൾ നിൽക്കുന്നത് തീർത്താലം വെള്ളിയങ്കൽ പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ കൂട്ടുകാരന്മാരിൽ ഒരാളായ ഷെരീഫ് തുടങ്ങിയ ബോൺ മൈ ഡിലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാർ കേക്കിൻ്റെ ഒരു ഷോപ്പാണ്. നോക്കിയെടുക്കണം. ബോൺ മൈ ഡിലൈറ്റിൻ്റെ വാഞ്ചിയോ ഏതാ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും. വാഞ്ചോ ആണോ, അതുപോലെ സ്ട്രോബെറി ആണോ, പിസ്താഷ്യോ ആണോ, ന്യൂട്ടെല്ല ആണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു സംഭവം കഴിച്ചേക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ പിസ്താഷ്യോ കുനാഫ കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ വേറൊരു ഐറ്റംസും കൂടി ഒന്ന് ഓർഡർ ചെയ്യാച്ചിട്ടാണ്. ജാർ കേക്കിൻ്റെ റെഡ് വെൽവെറ്റില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് അൺബോക്സിൻ്റെ കൂടെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ കഴിക്കുമ്പോൾ ഞാനിത് കഴിക്കാതെ വിചാരിച്ചു. അത് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് റെഡ് വെൽവെറ്റ് കാണുമ്പോൾ തന്നെ ഇനി നമുക്ക് നോക്കാം. വേണ്ട ഗൈസ്, ഇത് നിങ്ങൾക്കുള്ളതാ. ഇപ്രാവശ്യം തൃത്താല വെള്ളിയങ്കല്ലിൽ ഇപ്പം എൻ്റെ കൂടെ നിൽക്കണവർക്കാണ് ഇതുള്ളത്. കഴിച്ചോ. നമ്മൾ കേക്ക് കഴിക്കുന്ന അതേ ഫീലിംഗ്. മധുരം എങ്ങനെയൊക്കെ ഫീൽ ചെയ്യണേ? ഓവറായിട്ട് ഫീൽ ചെയ്യണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഒരു അത്യാവശ്യം നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിലാട്ടോ കൊടുത്തിരിക്കണം. നല്ല കഴിക്കുമ്പോൾ തന്നെ ഒരു വ്യത്യസ്ത ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. ആസ്വദിക്കാൻ പറ്റുന്ന മധുരമാണ് ഗൈസ്. ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും കോരി കഴിക്കാൻ തോന്നുന്നു. കണ്ട ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ച പോലെ കണ്ട ഭയങ്കര ഇഷ്ടമായി. സംഭവം ടോപ്പായി. ഒരു ആവറേജ് മധുരമാണ് കേട്ടോ ഗൈസ്. അടിപൊളി കേട്ടോ, മസ്റ്റ് ട്രൈ ആണ്. കാരണം നമ്മൾ 1-2 ഫ്ലേവർ കഴിച്ചത് രണ്ടും അടിപൊളിയായി. ഇനി 1-2 സംഭവം കൂടി ഇവിടെ വരാനുണ്ട്. ബ്രൗണീസ് വരുന്നുണ്ട്, പുഡിങ് വരുന്നുണ്ടോ? ഗൈസ്, നിങ്ങൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി സംഭവങ്ങൾ വരുന്നത് ആദ്യമാണ്. ഉള്ളത് വന്നിട്ട് എൻജോയ് ചെയ്തിട്ട് മസ്റ്റ് ട്രൈ ആക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. ഇത് ഏതാ? പിസ്താഷ്യോ കുനാഫ, സ്പാനിഷ് ഡിലൈറ്റ്, ഓറിയോ ചീസ്. ഓറിയോ ചീസ് ഗൈസ്. ആ സ്ട്രോബെറി, റെയിൻബോ. ഇതിലേറ്റവും ഫേവറേറ്റ് നിനക്ക് ഇഷ്ടമായത് ഏതാ? പിസ്താഷ്യോ കുനാഫയാണ്. ഇന്നത്തെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആ റെയിൻബോ ആണ്. കണ്ടോ, ഓരോന്ന് ഫില്ലിംഗ് ആയിട്ടാണ് ഗൈസ് ഇവിടെ കൊടുക്കുന്നത്. ഇത്രയും ഫില്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇവിടെ വന്നിട്ട് മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. അതിപ്പോൾ കഴിച്ചത് വെറൈറ്റി ആയിട്ടാണ്. ഇപ്പോൾ ഏതാ കഴിച്ചത്? മറ്റേ പിസ്ത അല്ലേ, നല്ല വെറൈറ്റി ആയി. അപ്പോൾ അത് കഴിച്ചപ്പോൾ ഒന്നുകൂടിയും കഴിക്കാൻ തോന്നി. ഇനി അത് അടുത്ത ഫ്ലേവർ മാംഗോ ആണ് സ്പെഷ്യൽ ഇവിടെ. ഇന്നത്തെ സ്പെഷ്യൽ ഏതാ? ഇവിടെ ഓരോ ദിവസം വെറൈറ്റി ആയിട്ട് കൊണ്ടുവരിക. അപ്പം മാംഗോ കൂടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. മാംഗോ പക്ക മാംഗോയുടെ കാര്യങ്ങൾ ഫില്ലിംഗ് ആക്കി വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇതുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വിചാരിച്ച്. പക്ക ഫില്ലിങ് തന്നെയാണ് കേട്ടോ. മാംഗോയുടെ എല്ലാ ഐറ്റംസും ഇതിൽ ജാർ കേക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും നല്ല ഭംഗിയിലൊക്കെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളെ ബോൺ മൈ ഡിലൈറ്റിൻ്റെ വെറൈറ്റിയാണ് ഈ കേക്ക് കേട്ടോ. മാംഗോ കഴിക്കുന്ന അതേ ഫീലിംഗ്. അടിപൊളി.
ഇത് കഴിച്ച് നിങ്ങൾക്കാണ്. എന്നാ നിങ്ങൾ കഴിച്ചു, പക്ഷെ ഞാൻ തരൂല. കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നട്ടാ. മാംഗോ ജാർ കേക്ക് അടിപൊളി. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഫീൽ ചെയ്യണം കേട്ടോ. മസ്റ്റ് ട്രൈ. ജാർ കേക്കിൻ്റെ മാംഗോ മസ്റ്റ് ട്രൈ. നമുക്ക് ടോപ്പായിട്ടാണ് വെറൈറ്റി ചെയ്ത്. ഇപ്പോൾ ഈ കഴിച്ചതിലൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഒരു ഇതാണ് ഞാൻ പറഞ്ഞ ബോൺ മൈ ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഷോപ്പ്. ഇത് ഷെരീഫ്ക തുടങ്ങിയ പുതിയൊരു സംരംഭമാണ്. മോൻ്റെ പേരെന്താ? റിൻഷിൽ എന്നാണ്. ഇവർ തുടങ്ങിയ പുതിയൊരു സംരംഭമാണ് ഇത്. ബോൺ മൈ ഡിലൈറ്റിൻ്റെ മാംഗോ ഐറ്റംസാണ് സനാ കഴിക്കണം കേട്ടോ. സനായിന് ഭയങ്കര ഇഷ്ടമാവും എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. വെറൈറ്റി ഇഷ്ടമായാ? മാംഗോ ഫില്ലിങ് എങ്ങണ്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കുക. എന്നാലേ ഗൈസ് കണ്ട, ഇവിടെ വന്നിട്ട് സനായ് ഇവിടെ വന്നിട്ട് കഴിച്ച് ബോൺ മൈ ഡിലൈറ്റ്. സനായിൻ്റെ ഇൻസ്റ്റാ പേജിലൊക്കെ ലിങ്കിങ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ വന്നാലും സനായിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങട്ടാ. പൊളിച്ച്. ബോൺ മൈ ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃത്താല വെള്ളിയങ്കല്ല് പാർക്കിൻ്റെ തൊട്ടടുത്തുള്ളതാണ് നമ്മളെ ബോൺ മൈ ഡിലൈറ്റ്. ഇവിടെ വന്നിട്ട് മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ്. വെറൈറ്റി ജാർ കേക്കുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അടിപൊളി. അപ്പോൾ നിങ്ങളും വന്നിട്ട് മസ്റ്റ് കഴിക്കണം.